മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ഇന്ന് നടന്ന ജുമുഅ നമസ്കാരത്തിൽ 1 ലക്ഷത്തോളം ഇന്ത്യൻ തീർത്ഥാടകർ പങ്കെടുത്തു. താമസ സ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടകരെ ഹറമിലേക്കും തിരിച്ചുമെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രത്യേക ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ശക്തമായ ചൂടിൽ മലയാളി സന്നദ്ധ സേവകരും ഹാജിമാർക്ക് സഹായവുമായി എത്തി. 45 ഡിഗ്രി ചൂടാണ് ഇന്ന് മക്കയിൽ രേഖപ്പെടുത്തിയത്. കത്തുന്ന ചൂടിനെ അവഗണിച്ച് 1 ലക്ഷത്തോളം ഇന്ത്യൻ തീർത്ഥാടകർ ജുമുഅയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാനായി മസ്ജിദുൽ ഹറമിലെത്തി. താമസ സ്ഥലങ്ങളിൽ നിന്ന് ഹാജിമാരെ ഹറമിലേക്കും തിരിച്ചുമെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. തീർത്ഥാടകർക്ക് ഹജ്ജ് മിഷൻ നേരത്തെ നൽകിയ അറിയിപ്പ് അനുസരിച്ച് പുലർച്ചെ മുതൽ തന്നെ ഹാജിമാർ ഹറമിലേക്ക് പുറപ്പെട്ടു തുടങ്ങി. രാവിലെ 10:30 മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും ഹറമിലെത്തി. 75,000 തീർത്ഥാടകർ കുദായി ബസ് സ്റ്റേഷൻ വഴിയും ശേഷിക്കുന്നവർ മഹബസ് ജിന്ന് വഴിയുമാണ് ജുമുഅക്കെത്തിയത്. മുഴുവൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരെയും വിവിധ വകുപ്പുകളിലായി ഹറമിനും പരിസരങ്ങളിലുമായി നിയോഗിച്ചിരുന്നു. കൂടാതെ വിവിധ മലയാളി സന്നദ്ധ സേവന പ്രവർത്തകരും ഹാജിമാർക്ക് തുണയായി വഴിനീളെ സഹായത്തിനെത്തി. കഠിനമായ ചൂടിൽ പല ഹാജിമാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനായി പ്രത്യേക മെഡിക്കൽ സംഘങ്ങളെ ഹറമിനു ചുറ്റും സജ്ജമാക്കിയിരുന്നു. 6000-ലേറെ മലയാളി തീർത്ഥാടകരാണ് ജുമുഅയിലും പ്രാർത്ഥനയിലും പങ്കുകൊള്ളാനായി ഇന്ന് ഹറമിലെത്തിയത്. സാബിത് സലീം, മീഡിയ 1, മക്ക. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.